അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ പേരിൽ പാലക്കാട് സ്വദേശിയിൽ നിന്നും പണം തട്ടിയത് പ്രൊഫഷണൽ രീതിയിലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കരാർ എഴുതിയത് ഇൻഡോ US പസഫിക് സമാധാന കരാറിന്റെ ഭാഗമെന്ന നിലയിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഔദ്യോഗിക ചിഹ്നങ്ങൾ കരാറിൽ ഉൾപ്പെടുത്തി 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട കരാറിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു. ഷമീർ അബ്ദുൾ വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നുണ്ട്. ഷമീർ, ഇന്നലെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഏറ്റവും വലിയ വാർത്ത, നമ്മുടെ ബിഗ്ഗസ്റ്റ് ഇത് തന്നെയായിരുന്നു. ഈ തട്ടിപ്പ് ഒരിടത്ത് ഒതുങ്ങുന്നില്ല, പലയിടത്തും തട്ടിപ്പ് നടന്നു, കണ്ണികളുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. അതായത് രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിൽ ഒരു കരാറൊക്കെ ഉണ്ടാക്കി, ഒരു പത്രമൊക്കെ ഉണ്ടാക്കി ആൾക്കാരിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും തട്ടിക്കുകയാണ്. തീർച്ചയായിട്ടും സേതുലക്ഷ്മി, ഏതാണ്ട് 700 കോടിയിലധികം രൂപ ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുമുള്ള ആളുകളിൽ നിന്നും, ഇന്ത്യക്കാരായ ആളുകളിൽ നിന്നും തട്ടിയെടുത്തെന്നുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരുന്നത്. എന്തായാലും കേരളത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിൻ്റെ അടക്കമുള്ള സീലുകൾ, ഒപ്പം തന്നെ അമേരിക്കയുടെ ഔദ്യോഗിക ചിഹ്നങ്ങൾ, ഇതൊക്കെ തന്നെ ഈ കരാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ എന്ത് ആധികാരികതയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ പോലീസിന് പോലും അതിന് മറുപടിയില്ല. എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും രഹസ്യാന്വേഷണ ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകളെ കുറിച്ച് പരിശോധിച്ച് വരികയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഏതാണ്ട് 51 ലക്ഷം രൂപ പാലക്കാട് സ്വദേശി സജി കെ ജോൺസൺ കൈമാറിയിട്ടുള്ളത്. എന്തായാലും ഈ അക്കൗണ്ട് ഇപ്പോഴും പ്രവർത്തനമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ അക്കൗണ്ടിലേക്കാണ് ഏതാണ്ട് 51 ലക്ഷം രൂപ കൈമാറിയത്. മറ്റ് അക്കൗണ്ടുകളിലേക്ക്, അതായത് വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് ബാക്കി 40 ലക്ഷത്തിലധികം രൂപ കൈമാറിയിട്ടുണ്ടെന്നും സജി കെ ജോൺസൺ കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളത്തോട് പറയുകയും ചെയ്തു. എന്തായാലും ഇത് ബാങ്ക് ട്രാൻസ്ഫർ വഴി കൈമാറിയിട്ടുണ്ട്. അതായത് ഔദ്യോഗികമായി തന്നെയാണ് കൈമാറിയിട്ടുള്ളത്. പിന്നീട് ഇത് ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രതിരോധ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ എന്ന തലത്തിൽ ചില ആളുകളെ പരിചയപ്പെടുത്തിയിരുന്നു. അതുപോലെ അമേരിക്കയിൽ നിന്നുള്ള പ്രതിരോധ വിദഗ്ധർ, സൈനിക വേഷത്തിലുള്ള ആളുകൾ തുടങ്ങിയ ആളുകളും ഇത്തരം കൂടിക്കാഴ്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് സജി കെ ജോൺസൺ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തായാലും 2000 സെക്യൂരിറ്റി ജീവനക്കാരെ വേണം. അവർക്ക് വേണ്ടി നിങ്ങൾ ഫണ്ട് ഇത്തരത്തിൽ മുടക്കിയാൽ നിങ്ങൾക്ക് അമേരിക്കയുടെ വിസ കിട്ടും, ഒപ്പം തന്നെ ഈ കമ്പനിയുടെ ലാഭവിഹിതം കിട്ടും. ഇൻഡോ അമേരിക്കൻ സമാധാന കരാറിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കൊടിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ മലയാളികൾ ഇതിലുണ്ട്. 4 FIRകൾ ഇപ്പോൾ സംസ്ഥാന പോലീസിൻ്റെ പരിധിയിലുണ്ട്. അതിൽ ഒരു FIR ആണ് സജി കെ ജോൺസൻ്റെത്. എന്തായാലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടരുകയാണ്. ഈ രേഖകളുടെ ആധികാരികത ഇപ്പോൾ പരിശോധിക്കുകയാണ്. എന്തായാലും ഇതെല്ലാം തന്നെ ഫേക്കാണ് എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. സേതു.